മുത്തുമണീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് ചക്കരകിഴങ്ങ് എന്ന് അറിയട്ടോ, ചില നാട്ടിലൊക്കെ മധുരക്കിഴങ്ങ് എന്നും പറയും. അപ്പോൾ ഈ ചക്കരകിഴങ്ങ് വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ചക്കരകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ ബദാമാണ് ഇട്ടുള്ളത്, അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അണ്ടി മുന്തിരി എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഏലക്കാപ്പൊടി. ഇനി ഈ ചക്കരക്കിഴങ്ങിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിൽ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു നെയ്യിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും കേട്ടോ. അതുവരെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ആ പച്ച തേങ്ങയുടെ ആ ഒരു വെള്ളം നനവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റണ രീതിയിൽ ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പഞ്ചസാരയുടെ ആ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ നീങ്ങിപ്പോണം. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇപ്പോൾ ചക്കരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ചക്കരയുമായി മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേമാതിരി ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഒരു ചപ്പാത്തി പരുവത്തിൽ അങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്ത് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ബോൾസും കൂടി ആക്കിയിട്ട് ഇതേമാതിരി പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഷെയ്ഡ് ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. വിട്ട് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. 2 പേരും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. മീഡിയത്തിലാണ് തീ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഈ ചക്കരയും പൂളക്കയും ഇതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.